വിശുദ്ധ തെണ്ടൽ. ഞായറാഴ്ച ഒരു ദിവസം വിശ്വാസികൾ പള്ളിയിൽ പോകുന്നത് മനസ്സമാധാനമായി നിന്ന് പ്രാർത്ഥിക്കുവാനാണ്. ആഴ്ചയിലെ 6 ദിവസം കഠിനാധ്വാനം ചെയ്തു ഒരു ദിവസം മനസ്സമാധാനത്തോടെ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ വേണ്ടിയാണ് പള്ളിയിൽ വരുന്നത്. എന്നാൽ ഇന്ന് പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ആരാധനയാണോ പിരിവാണോ എന്ന് വിശ്വാസികൾ ആലോചിച്ച് നോക്കുക. ഒരു ചടങ്ങിന് കുർബാന നടത്തും, അതിനുശേഷം പല പല കാര്യങ്ങൾ പറഞ്ഞുള്ള പിരിവുകളാണ്. ഈ പള്ളിയിൽ ഇടവക്കാരെ പല തട്ടുകളിലാക്കി ക്ലാസ്സുകളാക്കി ഉള്ളവനെയും ഇല്ലാത്തവനെയും തമ്മിൽ അടിപ്പിച്ച് മത്സരിപ്പിച്ച് ഈ മുണ്ണക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവന്മാർക്ക് മറ്റൊരു പോക്കടമില്ല. ഇവന്റെ കയ്യിൽ ഇപ്പോൾ വന്നിരുന്ന പണം അല്ലെ ഈ പുത്തമ്പണക്കാർക്ക് ഷോ കാണിക്കുവാനുള്ള ഏക വേദി എന്ന് പറയുന്നത് ഈ പള്ളിപ്പറമ്പാണ്. അപ്പോൾ ഈ പാതിരി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ മത്സരിച്ച് അച്ഛാ ഞാനത് തന്നോളാം, ഞാൻ ഇത്ര തന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരുടെ ആ ഈഗോയെ ബൂസ്റ്റ് ചെയ്തുള്ള തട്ടിപ്പാണ് പള്ളികളിൽ നടത്തുന്നത്. അതുപോലെ ഇവർ പറയുന്ന പണം കൊടുത്തില്ലെങ്കിൽ അത് ലിസ്റ്റ് ഇവർ പബ്ലിഷ് ചെയ്യും, നോട്ടീസ് ബോർഡിലിടും, അങ്ങനെയുള്ള പലതരം പരിപാടികളുണ്ട്. നാട്ടിൽ ഇവന്മാരുടെ സ്ഥാപനങ്ങളിൽ നിന്നും ജോലി കൊടുക്കാതെ ഗതിയില്ലാതാണ് വിശ്വാസികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും എത്തും ഇവന്മാരുടെ രൂപതയും അതിരൂപതയും എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് മലയാളം കുർബാന എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ പ്രത്യേക സെഷൻസുകളോട് ഉണ്ടാക്കും. പള്ളിയിൽ ഇതുപോലെ കുർബാന കളിക്ക് ശേഷം വിശ്വാസികളോട് പല കാര്യങ്ങൾ പറഞ്ഞ് പണം ആവശ്യപ്പെടും. ഒന്ന് ഓർക്കുക, ഒരു പള്ളിയിൽ ഒരു 100-300 പേർ വന്നാൽ ഓരോരുത്തരും ഒരു $5 വീതം ഇട്ടാൽ പോലും ആ ദിവസം എത്ര പണം ഇവന്മാർക്ക് കിട്ടും? ഇതുപോലെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് പണം പിരിക്കുകയാണ്. ഒരു നാണമില്ലാത്തൊരു പാതിരി ഈ കുർബാന കളിക്ക് ശേഷം നിന്ന് പറയുന്നത് കേൾക്കുക. ഇപ്പോൾ പഴയതുപോലെ ഈ പാതിരി പാമ്പുകൾ പറഞ്ഞാൽ വിശ്വാസികൾ പണം കൊടുക്കാതായി. ധ്യാനക്കുറുക്കന്മാർ പറഞ്ഞാൽ പോലും വിശ്വാസികൾ ഇന്ന് പണം കാര്യമായി ഇടുന്നില്ല എന്ന് ഈ പാതിരി തന്നെ പറയുന്നു. ഈ പാതിരിയുടെ ഗതികേടൊന്ന് കാണുക. ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ ജോഷിയച്ചൻ അറിയിച്ചത്. ജോഷിയച്ചൻ പറഞ്ഞായിരുന്നു 3000 പൗണ്ടോളം ചെലവുണ്ട്. സാധാരണഗതി ധ്യാനഗുരുക്കന്മാർ പറഞ്ഞു കഴിയുമ്പോൾ അത് ഇരട്ടിയായിട്ടായിരുന്നു വരുന്നത്. പക്ഷെ ഈ തവണ ഈ വികലാംഗം പറഞ്ഞിട്ട് പോലും കുറഞ്ഞു പോയല്ലോ. 1793 പൗണ്ടേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. നേർച്ചയിടാമെങ്കിൽ അല്പം കൂടെ നേർച്ചയിടാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പള്ളികൾ എന്ന് പറയുന്നത് ഈ പൈശാചിക കേന്ദ്രങ്ങൾ പിടിച്ചുപറിക്കുള്ള കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കച്ചവട കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് പണ്ട് ചാട്ടവാർ എടുത്ത് ഇവന്മാരെ അടിച്ചോടിച്ചതുപോലെ വിശ്വാസികൾ മിനിമം ഒരു തൂമ്പാക്കൈയെങ്കിലും എടുത്ത് ഇവന്മാരെ അടിച്ചോടിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് എന്തിനാണ് പണം? ഈ പൈശാചിക കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച എന്തിനു പോകണം? നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ ആലയമായി പ്രഖ്യാപിക്കുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും ദൈവത്തിനും മധ്യേ ഇടയ്ക്കൊരു കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളി ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. കുടുംബസമേതം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഈ നൈറ്റ് തൊഴിലാളികളെ നിങ്ങൾ പരമാവധി അകറ്റി നിർത്തുക. ഇവന്മാർക്ക് 5 പൈസ കൊടുക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.